നമ്മൾ ഇതിന് വെള്ളം ഒഴിക്കുമ്പോൾ ഇത് കണ്ട നിറച്ച് കുതിർത്തി വെള്ളം ഒഴിക്കുക, വെള്ളം താഴെ കൂടി പോണ രീതിയിൽ. ആദ്യം ഒഴിട്ട് ചെടി നടണ സമയത്ത് മാത്രം നമ്മൾ ഇങ്ങനെ വെള്ളം ഒഴിക്കുക, താഴെ കൂടി പോണം വെള്ളം. കലാത്തിയ നടുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ തണലത്ത് വെച്ച് കൊടുക്കണം. നല്ല തണലായിരിക്കണം, മഴ നനയുന്ന രീതിയായിരിക്കണം. പിന്നെ വെയിലൊട്ടും പാടില്ല. നമ്മൾ ഡ്രൈ ആയതിനു ശേഷം നനയ്ക്കുക. പിന്നെ മെയിൻ കാര്യം അതിൻ്റെ പോട്ടി മിക്സ് ആണ്. നമ്മളൊരു ചെടി കൊണ്ടുവരുമ്പോൾ തന്നെ ചെറിയ ചട്ടിയിലേക്ക് അങ്ങ് നട്ടു, വലിയ ചട്ടി കൊണ്ട് നട്ടിട്ട് നമുക്ക് അത് പെട്ടെന്ന് പിടിച്ച് കിട്ടില്ല. എപ്പോഴും ഒരു ചെടി മേടിച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ചട്ടിയിൽ മാത്രമേ നടാൻ പാടുള്ളൂ. അതിൻ്റെ പോട്ടി മിക്സ് ഋതം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് മെറ്റിലാണ്, നമ്മൾ ചെടിയുടെ അടിയിലിടുന്ന മെറ്റിലാണ് ഇത്. ഇത് മണൽ, ഇത് വേപ്പും പിണ്ണാക്ക്, ഇത് ചാണകപ്പൊടി, ഇത് സാധാരണ മണ്ണ്, ഇത് സ്വല്പം ചകിരിച്ചോറ്. ഇത് കലാത്തിയുടെ പോട്ടി മിക്സാണ്. അപ്പോൾ ഞാൻ കലാത്തിയ നടന്ന രീതി കാണിച്ചു തരാം കേട്ടോ നിങ്ങളാ. നമ്മൾ എപ്പോഴും ഒരു ചെടി മേടിച്ചാലും നമ്മൾ ഈ വലിപ്പത്തിലുള്ള ചട്ടിയിൽ നടണം. 6-ന്റെ പോട്ട് ഇത്രയുള്ള ചട്ടിയിൽ നടുവാണെങ്കിൽ നമ്മളെ ചെടികൾ ഏത് ചെടി നട്ടാലും അങ്ങനെ തന്നെ നടണം. മണലാണ്, ഒരു പാത്രം മണൽ. ഇത് വേപ്പൻ പിണ്ണാക്കാണ്, ഒരു ഇത്രം വേപ്പൻ പിണ്ണാക്ക്. ഇത് ചകിരിച്ചോറ്. ചകിരിച്ചോറ് നമുക്കൊരു 3/4 പാത്രം എടുക്കാം. ചകിരിച്ചോറ് കലാത്തിക്ക് മാത്രം ഞാൻ ചേർക്കാറുള്ളൂ. അത് കഴുകി നന്നായിട്ട് ഉണങ്ങിയ ചകിരിച്ചോറാണ്. അതെന്താ കലാത്തിക്ക് മാത്രം സ്പെഷ്യൽ? അത് ബാക്കിയുള്ള ചെടികളെല്ലാം ചീഞ്ഞു പോകും. ബിഗോണിയ, അഗ്ലോണിമയ്ക്കൊക്കെ ചീവ് പെട്ടെന്ന് കയറി പിടിക്കും ചകിരിച്ചോറിട്ട. ഇത് നമ്മുടെ മണ്ണ്, അതും ഞാൻ ഒപ്പം ഇട്ട്. അല്ല, മണ്ണും മണലും കൂടി ചേർന്നാലേ വെള്ളം വാർന്നു പോകുള്ളൂ. ഇത് ചാണകപ്പൊടി, ഒരു പാത്രം തന്നെ ചാണകപ്പൊടി ഇട്ട്. അത് ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ, നമ്മൾ കൈ കൊണ്ട് തന്നെ അങ്ങോട്ട് മിക്സ്. ഇച്ചിരി സാഫും കൂടിയും ചേർക്കണേ. ഇതാ സാഫ്. അതിന് ഫംഗസ് വരാതെ, വേറെ അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി സ്വല്പം അത്ര മതി. വേപ്പൻ പിണ്ണാക്ക് ചേർക്കണത് അതിന് വേണ്ടി തന്നെ. ഇത് നന്നായിട്ട് മിശ്രിതം ഇങ്ങനെ മിക്സ് ചെയ്ത ശേഷം ഇതിൻ്റെ അകത്ത് നമ്മൾ ഇടുക. ഇപ്പം എന്താ പോട്ടി മിശ്രിതം റെഡി ആയിട്ടുണ്ടേ. ഞാൻ ചിക്കു ഒരു കലാത്തിയുടെ തയ്യം എടുത്തേടാ. ചിക്കുവാണ് എൻ്റെ മുഴുവൻ സഹായി. അല്ല, അവനില്ലെങ്കിൽ ചെടികളുടെ പരിപാടി ഇല്ല. എനിക്ക് ഇത് കണ്ട, ഇതിപ്പോൾ നമ്മളിങ്ങനെ വെച്ചു, നമ്മൾ കുറച്ച് മണ്ണും കൂടി ഇട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഓക്കെ. ഇപ്പം നമ്മൾ നനച്ചു കൊടുക്കും ഈ ചെടി. കലാത്തിയുടെ പോട്ടി മിക്സും കലാത്തിയ നമ്മൾ നട്ടു ഇപ്പം റെഡിയായി. ഇനി നമുക്ക്